ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയല്ല ഇനി അടുത്ത ആഴ്ചയിലെ വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അനുപമയും അതുപോലെ തന്നെ ഹരി വക്കീലും കൂടി സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞ അഭി കേൾക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടുകൊണ്ട് അഭി അവിടേക്ക് വരുന്നുണ്ട്. നല്ല അടിപൊളി ഐഡിയ എന്ന് പറഞ്ഞ് വരുവാണ്. ഇത് കാണുമ്പോഴേക്കും അനുപമക്കാകെ ഷോക്കാവാണ്. ഈശ്വര, ഇനി അഭി എങ്ങാനും കേട്ട് കാണുമായിരിക്കോ, തീർന്നു, ഇന്നത്തോടെ ചീട്ട് കയറി എന്നൊക്കെ വിചാരിക്കുകയാണ്. ശേഷം അഭി ഒന്ന് ചോദിക്കണ്ടല്ല, ആർക്ക് നേരെയാണ് പുതിയ ഗൂഢാലോചന? അല്ല, കൂടെ ഈ വക്കീലുണ്ടല്ലോ, ഈ വക്കീലിപ്പോ ഇവളുടെ കൂടെ ആയോ? അല്ല, സാധാരണ എന്റെ അച്ഛൻ രാഘവനുണ്ണിയുടെ കൂടെയാണ് വക്കീൽ നടക്കുന്നത്, എന്ത് പറ്റി അത് മാറ്റി അനുപമയുടെ കൂടെ ആയോ? കൊള്ളാം, നല്ല ആളുടെ കൂടെ കൂട്ടുകൂടിയിരിക്കണത്. ദേ, നല്ല നല്ല പാഠങ്ങൾ പഠിക്കാൻ ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആരും. പിന്നെ പാഠങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേക്കും എങ്ങനെയാ പണി കിട്ടണേന്ന് പറയാൻ പറ്റില്ല. അല്ല, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോ അഭിയൊന്നും കേട്ടില്ല എന്ന് തോന്നുന്നു എന്ന് നമ്മുടെ അനുപമ ഇങ്ങനെ വിചാരിക്കാട്ടോ. എന്താ എന്താ നീ ഒന്നും മിണ്ടാത്തത്? അത് വേറൊന്നുമല്ല, ഞാൻ വെറുതെ നമ്മുടെ പത്മ കേസിന്റെ കാര്യം സംസാരിക്കുമായിരുന്നു വക്കീലായിട്ട്. ഓഹോ, പത്മ കേസിന്റെ കാര്യം സംസാരിക്കുമായിരുന്നല്ലേ? അല്ല, വേറെ എന്തോ ഉടായിപ്പാണ്. സാരില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അഭി അകത്തേക്ക് പോവാണ്. ശേഷം നമ്മുടെ അനുപമ പറയണ്ട് ഹരിയെടുത്ത്, ഹാവു രക്ഷപ്പെട്ടു, അഭി ഒന്നും കേട്ടില്ല, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. എടോ, പറഞ്ഞത് കേട്ടോ? ദേ, ഇനി തന്റെ വായിന്ന് സത്യങ്ങളൊന്നും ആരും അറിയാതെ നോക്കണം. ദേ, എന്റെ വായിന്ന് ആരും അറിയില്ല, മനസ്സിലായോ? ശരി. അന്ന് താൻ വിട്ടോ, ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹരി അവിടെ നിന്ന് പോവാട്ടോ. പക്ഷെ ഹരിക്ക് അങ്ങനെ വെറുതെ പോവാൻ വേണ്ടി തോന്നണില്ല. അർജുനിട്ട് ഒരു പണി കൊടുക്കണമല്ലോ. കാരണം കയ്യിൽ നല്ലൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് നിരഞ്ജനയുടെ. അതായത് ആ ഒരു ഗുണ്ടകള് അർജുനെ ഇല്ലാതാക്കുകയാണെങ്കിൽ തനിക്ക് നിരഞ്ജനെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന്. ആ വിവാഹാലോചന അല്ലേ കൺമുമ്പേ കൂടി വഴിതെറ്റിപ്പോയത്. അതിന്റെ നല്ല നീരസമുണ്ട് ഹരിക്കെട്ടോ. അതുകൊണ്ട് തന്നെ ഹരി വിചാരിക്കുകയാണ്, എന്തായാലും അർജുനെ സുഖമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല, അവനിട്ട് 8ന്റെ പണി കൊടുത്തേ പറ്റൂ. അതെ, കൊടുക്കാം. അതിന് കൊടുക്കാൻ പറ്റിയ ആള് ഈ രാഘവനുണ്ണി വക്കീലല്ല, മറ്റവനാ, ആ കുറിപ്പ്. അയാളെ തന്നെയാ വിളിക്കേണ്ടത്, ആ വിശ്വംഭര കുറിപ്പിനാ എന്ന് പറഞ്ഞിട്ട് ഹരി വേഗം തന്നെ തന്റെ മൊബൈലിൽ നിന്ന് വിശ്വംഭര കുറിപ്പിനെ വിളിക്കാട്ടോ. കുറിപ്പ് അവിടെ പ്രഷറിന്റെ ഷുഗറിന്റെ ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോള് വരുന്നത്. ഹലോ, അപ്പൊ വേറെ ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണ് കേട്ടോ ഹരി വിളിക്കുന്നത്. ഹലോ, ആരാൻ ചോദിക്കുമ്പോ ഞാൻ ആരെങ്കിലും ആവട്ടെ, നിങ്ങളുടെ മകളാണല്ലോ കാവ്യ. അതെ, എന്റെ മകളാ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് കേട്ടുകൊണ്ട് കാവ്യ അവിടേക്ക് വരുന്നുണ്ട്. ഹരി പറയുന്നുണ്ട്, നിങ്ങളുടെ മകളുടെ വിവാഹം രാഘവനുണ്ണിയുടെ 2ാമത്തെ മകൻ, അതായത് അർജുൻ രാഘവായിട്ട് വിവാഹം ഉറപ്പിച്ചതല്ലേ? ഏറെക്കുറെയൊക്കെ വിവാഹം നടക്കാൻ വേണ്ടിയിരുന്നതല്ലേ? അത് മുടങ്ങിപ്പോയതല്ലേ? അതിന് കാരണക്കാരി ആരാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് ആ അഡ്വക്കേറ്റ് അഞ്ജലിയാണ്. സത്യം പറഞ്ഞ ഈ അഡ്വക്കേറ്റ് അഞ്ജലിയും അർജുൻ തമ്മിൽ കട്ട പ്രണയത്തിലാണ്. ഒരിക്കലും പിരിയാൻ പറ്റാത്ത പ്രണയം. ആ പ്രണയം വളർന്ന് വളർന്ന് ഇപ്പൊ കൈ വിട്ടുപോയി. സത്യം പറഞ്ഞ നിങ്ങളുടെ മകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. കാരണം ഇത്രയൊക്കെ അവൾ അത്രയും ആഗ്രഹിച്ചിട്ട് അവനിപ്പോ അവളുടെ സ്വന്തം ആയില്ലേ? ആ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ സ്വന്തം. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ആ ചെറുപ്പക്കാരാകുമ്പോ 2-3 ചില പ്രണയ ഇതൊക്കെ ഉണ്ടാകും. അതൊക്കെ ആ പ്രായത്തിനാണ്. അത് നിങ്ങൾ വിളിച്ചു പറഞ്ഞ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓ, ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങൾ മോഡേൺ ചിന്താഗതിയിൽ ചിന്തിക്കണ അച്ഛനാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ വേറൊരു സംഭവമുണ്ട്, അതെന്തായാലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൂടി ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ചെറുപ്പക്കാരാകുമ്പോ പ്രണയബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇത് പ്രണയബന്ധമല്ല, വിവാഹബന്ധമാണ്. എന്തൊക്കെയാ നിങ്ങൾ പറയണത്? അതെ, അർജുൻ രാഘവിന്റെ വിവാഹം കഴിഞ്ഞു ആ അഡ്വക്കേറ്റ് അഞ്ജലിയായിട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ചെലവിലാണ് വിവാഹം കഴിഞ്ഞത്. നിങ്ങളൊരു സമൂഹ വിവാഹം നടത്തിയില്ലായിരുന്നോ? അതില് ആ 10 നവദമ്പതിമാരുടെ വിവാഹം നടത്തി കൊടുത്ത വലിയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പത്രത്തിലും മാഗസീനിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ പത്രത്തിലെ ഫോട്ടോ ഒന്നും സാർ ഇതുവരെ നോക്കിയില്ലേ? അല്ല, മാഗസീനിലെ ഫോട്ടോ നോക്കിയില്ലേ? അതിലൊരാള് ആ അഡ്വക്കേറ്റ് അഞ്ജലിയും അർജുനാണ്. സംശയം ഉണ്ടെങ്കിൽ നോക്ക്. സത്യം പറഞ്ഞ നിങ്ങളുടെ ചെലവിൽ അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് വേണം പറയാൻ എന്ന് പറഞ്ഞിട്ട് ഹരി ഫോൺ വെക്കാട്ടോ. ഇതൊക്കെ കേട്ട് കുറിപ്പിനാണെങ്കിൽ ആകെ വട്ടുപിടിക്കണം. ഈശ്വര, അവരുടെ വിവാഹം അപ്പൊ കഴിഞ്ഞോ? അതും എന്റെ ചെലവിൽ? ഇല്ല, ഇത് ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അന്നത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാണ് നമ്മുടെ കുറിപ്പ്. അങ്ങനെ ആ കുറിപ്പ് മഹാസത്യം മനസ്സിലാക്കാണ്. വേറൊന്നുമല്ല, നമ്മുടെ അർജുന്റെയും അഞ്ജലിയുടെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം. രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ അർജുൻ തിരിച്ച് അമ്പാടിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അർജുൻ വരുമ്പോ തന്നെ അമ്പാടിയും അഞ്ജലിയും ചോദിക്കണ്ട്, നീ ഇവിടെ എത്ര നേരം എവിടെയായിരുന്നു? ഒന്നും പറയണ്ട, കുറച്ച് ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായിരുന്നു, എന്നെ രക്ഷിച്ചത് മറ്റേ പാർത്ഥസാരഥി, നമ്മുടെ ജിം ട്രെയിനർ. അതൊക്കെ പറയാണെങ്കിൽ ഒത്തിരി ഉണ്ട് എന്ന് പറയണം. അഞ്ജലി പറയണ്ട്, എന്തായാലും ഇപ്പൊ ഇത്രയോ സമയമില്ലേ, ഒരുപാട് താമസിച്ചിട്ടൊന്നുമില്ല. വാ രാജീവ്, നമുക്ക് രാജീവിന്റെ വീട്ടിലേക്ക് പോവാം. എടോ, താൻ എന്തൊക്കെയാ പണത്? ഇപ്പൊ രാത്രിയായില്ലേ, നാളെ ആവട്ടെ. ഇല്ല, രാജീവ് വെറുതെ തന്നെ പറ്റിക്കുകയാണ്. നാളെയും കൊണ്ടുപോകില്ല, മറ്റന്നാളും കൊണ്ടുപോകില്ല, ഒരു ദിവസവും രാജീവിന്റെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നില്ല. എടോ, ഞാൻ കൊണ്ടുപോകണോ? ഞാൻ കാര്യത്തിലാ പറയണത്. ദേ, ഇപ്പൊ ഇത്രയും താമസിച്ചില്ലേ? അപ്പൊ അമ്പാടി പറയണ്ട, അതെ അഞ്ജലി, ഇനിയിപ്പോ രാത്രി ആയില്ലേ, ഇനിയിപ്പോ നാളെ രാവിലെ നോക്കിയാ പോരാ?
എനിക്കിപ്പോൾ തന്നെ രാജുവിൻ്റെ വീട്ടിൽ പോകണം. രാജീവ് എന്തൊക്കെയോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. രാജീവ് വണ്ടി എടുക്ക്, നമുക്കിപ്പോൾ തന്നെ പോകണം എന്ന് അഞ്ജലി വാശി പിടിക്കുകയാണ്. അങ്ങനെ അഞ്ജലിയുടെ വാശിയുടെ മുമ്പിൽ അവസാനം നമ്മുടെ അർജുൻ സമ്മതിക്കുകയാണ്. ശരി, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് അർജുൻ കുറച്ചു ദൂരം വണ്ടിയിൽ യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും വണ്ടി ഒന്ന് നിർത്താണ്. അപ്പൊ അഞ്ജലി ചോദിക്കണ്ട, എന്തിനാ വണ്ടി നിർത്തിയത്? എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കറിയാം എന്താ സംസാരിക്കാനുള്ളത്. സംസാരിക്കണതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി, എന്നോട് പറയാൻ നിൽക്കണ്ട. വീട്ടിൽ പോകാൻ പറ്റില്ല, വീട്ടിൽ കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ട് വല്ല വാടക വീട്ടിലും പോയി നിൽക്കാം, ഇതൊക്കെയല്ലേ പറയാൻ വരുന്നത്. ഇതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല രാജീവ്. ഞാൻ ഇവിടെ നിന്ന് എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അത് രാജീവിന്റെ വീട്ടിൽ തന്നെയായിരിക്കും, വേറെ എവിടേക്കും ഞാൻ പോവില്ല. രാജീവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഞാനൊന്നും പറയുന്നില്ല, താൻ പറ, താൻ എന്തോ പറയാൻ വന്നല്ലോ, താൻ പറയടോ എന്ന് അർജുൻ പറയുമ്പോഴേക്കും അഞ്ജലി പറയണ്ട, അതെ രാജീവിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ദേ ഇവിടെ ഈ നിമിഷം ഈ സെക്കൻഡ് ഞാനും രാജീവും തമ്മിലുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഇനി ഒരിക്കലും അഞ്ജലി രാജീവിന്റെ മുമ്പിലേക്ക് വരില്ല. രാജീവിന്റെ വഴി, ഈ അഞ്ജലിക്ക് അഞ്ജലിയുടെ വഴി. പിന്നെ എൻ്റെ ഭാര്യയാണ്, എൻ്റെ കാമുകിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ 7 അയലത്ത് വന്നു പോകരുത്. ഇതോടുകൂടി തമ്മിൽ നമ്മുടെ ബന്ധം തീർന്നു എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുക കേട്ടോ. അർജുൻ ആകെ ഷോക്കായി പോകണം. കാരണം അഞ്ജലിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു പ്രതികരണം അർജുൻ വിചാരിച്ചേ ഇല്ല കേട്ടോ. അർജുൻ നോക്കുമ്പോഴേക്കും അഞ്ജലി രണ്ടും കൽപ്പിച്ചിങ്ങനെ നടന്ന് ദൂരേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ മനസ്സിൽ വിചാരിക്കണം, വേണ്ട ഇനി എന്തിനാ പറയാതിരിക്കണത്, സത്യങ്ങളൊക്കെ അയാൾ അറിയട്ടെ. അയാൾ എന്തായാലും പിരിഞ്ഞു പോകുവാണെന്ന് പറഞ്ഞു. ഇനി സത്യങ്ങൾ അറിഞ്ഞിട്ട് അയാൾക്ക് പിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അത് പോട്ടെ. അതല്ല, സത്യങ്ങൾ അറിഞ്ഞ് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയാൾ മനസ്സിലാക്കി തൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് നമ്മുടെ അർജുൻ. അങ്ങനെ അർജുൻ അഞ്ജലിയുടെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശരി നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം എന്ന് പറയുമ്പോഴേക്കും അഞ്ജലിക്ക് സന്തോഷാവാണ്. സത്യമാണോ രാജീവ് പറഞ്ഞത്, അതോ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയാണോ? ഞാനിതിനെ തന്നെ പറ്റിക്കണത്? എനിക്ക് പറ്റിക്കേണ്ട ഒരു കാര്യമില്ല, തനിക്കല്ല എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത്. ശരി, അങ്ങോട്ടേക്ക് തന്നെ ഞാൻ തന്നെ കൊണ്ടുപോവാം. പക്ഷെ ഒരൊറ്റ കാര്യം, അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും എനിക്ക് തന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് മാത്രമേ തന്നെ ഞാൻ അവിടെ നിന്ന് വിടുകയുള്ളൂ എന്ന് പറയാണ്. ശരി, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് രാജീവ് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ എന്ത് വേണമെങ്കിലും കേട്ട് നിന്നോളാം എന്ന് അഞ്ജലി വാക്ക് കൊടുക്കണം. അതായത് അർജുന്റെ വീട്ടിലെത്തുമ്പോഴേക്കും അയ്യോ അത് ശംഖുചക്രമാണെന്നും അയ്യോ രാഘവന്റെ മകനാണെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അഞ്ജലി അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല. അർജുനെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടേ അഞ്ജലിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്നൊരു വാക്ക് അർജുൻ വാങ്ങിക്കുകയാണ്. അങ്ങനെ അർജുനും കൂടി നേരെ ശംഖുചക്രത്തിലേക്ക് പോവാണ്. കാരണം സത്യങ്ങൾ തുറന്നു പറഞ്ഞാലും അഞ്ജലി പിരിഞ്ഞിട്ട് പോകും, ആ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അഞ്ജലി പിരിഞ്ഞിട്ട് പോകാൻ വേണ്ടി പോകാണ്. അപ്പൊ സത്യങ്ങൾ അറിഞ്ഞിട്ട് ആൾ പോണെങ്കിൽ പോട്ടെ എന്ന് അർജുനും വിചാരിക്കുകയാണ്. അങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറയാനും സത്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനും വേണ്ടി തന്നെ അഞ്ജലിയുടെ കൈ പിടിച്ചുകൊണ്ട് വലതുകാലം വെച്ച് ശംഖുചക്രത്തിലേക്ക് കയറുന്ന അർജുനെയും അഞ്ജലിനെയാണ് നമുക്ക് വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.